അങ്ങനെ നമ്മുടെ ഫ്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ സൊമാറ്റോ ഒക്കെ ഓടുന്നതല്ലേ, നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്. സോ എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കാരണം എൻ്റെ കസിൻ്റെ വീട്ടിൽ ഈ ഒരു മെത്ത 2 ഉണ്ട്. സോ അത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിക്കാൻ തയ്യാറെടുത്തത്. സോ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട് അത്യാവശ്യം, ഡെയിലി നമുക്ക് സൊമാറ്റോ ഇങ്ങനെ ഓടുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്നത് നല്ല സ്മൂത്ത് ആയിരിക്കണം, അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് പ്രൊമോഷനോ കാര്യമൊന്നുമല്ല, ഞാനായിട്ട് മേടിച്ചതാണ്, എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി മേടിച്ചത്. സോ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു കയ്യിൽ എടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് അവർ ഇത് തന്നിട്ടുള്ളത്, ഫ്ലോ എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു തന്ന വണ്ടിയിൽ ഒരുപാട് എമ്മ മാട്രസ് ഞാൻ കണ്ടായിരുന്നു, ഫ്ലോയും ഉണ്ടായിരുന്നു, പിന്നെ വേറെ 1-2 മെത്തയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു എമ്മ അത്യാവശ്യം കൂടുതൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ മദേഴ്സ് ഡേയുടെ ഓഫർ വന്നപ്പോൾ അങ്ങ് എടുത്താണ്. കുറേ നാളുകൊണ്ട് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മെത്തയാണ്. അപ്പോൾ അങ്ങ് എടുത്തു. അപ്പോൾ നമുക്കിതിനി പൊളിക്കാം. ഇതിനി പൊളിച്ച് നമുക്ക് കട്ടിലേക്ക് ഇടലാണ് പരിപാടി. ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഏറെ ഫില്ലാകുമ്പോൾ സെറ്റാവും എന്നാണ് പറയുന്നത്. അത് ഓരോ മെത്ത അനുസരിച്ചിരിക്കും, ചിലതിന് കുറച്ച് സമയം മതിയാവും അന്ന് ഫില്ലാവാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പൊളിക്കാം. അപ്പോൾ ആ ബുക്ക്ലെറ്റിനകത്ത് ഒരു 10 വർഷത്തെ വാറണ്ടി കൈ കിട്ടിയിട്ടുണ്ട്. 10 വർഷത്തെ ലിമിറ്റഡ് വാറണ്ടിയാണ് ഇവർ തരുന്നത്. സോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. 10 വർഷത്തേക്ക് വാറണ്ടി കിട്ടുന്ന സെക്കൻഡ് പ്രൊഡക്റ്റാണ്. ആദ്യത്തെ എനിക്കൊരു സാംസങ്ങിൻ്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചതിന് അതിന് 10 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ്ലി കിട്ടുന്ന ഒരു 10 വർഷത്തെ വാറണ്ടി. അപ്പോൾ ഇങ്ങനെ ഊരുക. ഇതിങ്ങനെ ഈ നമ്മുടെ ഇത് പീൽ ചെയ്യാൻ നല്ല രസമാണിത്. ഇങ്ങനെ ഓരോ നമ്മുടെ ഈ തുണി ഇങ്ങനെ ഊരി എടുത്താൽ മതി ഈ ഒരു സംഭവം. അപ്പം ഞാനെന്തായാലും ഒറ്റക്കേ ഉള്ളൂ, അപ്പോൾ ഇത് ഞാൻ ഫുള്ള് ഊരിയിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ സംഭവം ഡബിളായിട്ടാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു ഇത് ഞാൻ പ്ലാസ്റ്റിക് കവറൊന്ന് പീൽ ചെയ്തപ്പോൾ തന്നെ ഡബിളായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേ ഇരിക്കുന്നു. അൾട്രാ വൈഡ് ഇട്ട് കാണിച്ചു തരാം. ഇതെൻ്റെ സ്റ്റുഡിയോ റൂമും എൻ്റെ ബെഡ്റൂമും എല്ലാം ഇത് തന്നെയാണ്. ഞാൻ പിന്നീട് എൻ്റെ ബെഡ്റൂം സെപ്പറേറ്റ് ആക്കുള്ളൂ. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഈ ഒരു സ്റ്റുഡിയോ റൂമിൽ തന്നെയാണ് ഞാൻ കിടക്കുന്നത്, കാരണം AC ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് നൂത്തിട്ടു. അൾട്രാ വൈഡിലേ എനിക്ക് ഫുള്ള് കാണിക്കാൻ പറ്റുള്ളൂ. പെർഫെക്റ്റ് ഫിറ്റാണ്, കാരണം ഞാൻ കട്ടിലിൻ്റെ അളവ് കറക്റ്റ് എടുത്ത് ആ ഒരു അളവിന് നോക്കി എടുത്തതാണ്. കാരണം ചെറിയൊരു ഈ ഇടയിലുള്ള ഒരു ഇത് അല്ലാതെ ബാക്കി പക്ക മെത്ത ഫിറ്റാണ്. സോ നമുക്ക് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യാം. ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ എന്തായാലും റിമൂവ് ചെയ്യുന്നില്ല. അത് കാരണം മലയാളികൾ അങ്ങനെയാണല്ലോ, പുതിയതായിട്ട് ഇപ്പോൾ ഒരു കാർ വാങ്ങിച്ചാലും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിച്ചാലും അത് തുടക്കത്തിലേ നമ്മൾ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യാറില്ല. കുറച്ച് നാളൊക്കെ അതങ്ങനെ കിടന്നാലേ അത് പുത്തം പോലെ ഇരിക്കുകയുള്ളൂ എന്നുള്ള നമ്മുടെ ഒരു വിശ്വാസം. സോ അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കിടന്നു നോക്കാം. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. കിടന്നത് മാത്രം അറിയാം, എന്തോ ഒരു സോഫ്റ്റായ ഒരു സംഭവത്തിൻ്റെ പുറത്ത് കിടക്കുന്ന ഒരു ഫീല്, നല്ല ഒരു പഞ്ഞിക്കെട്ടിലൊക്കെ കിടക്കുന്ന ഒരു ഫീല്. ഞാനിപ്പോൾ സൊമാറ്റോയിലായിരുന്നു, വന്ന വഴിയാണ്. കാരണം അപ്പോഴാണ് ഡെലിവറിക്കാർ പെട്ടെന്ന് വിളിച്ചത് ഇങ്ങോട്ട് വരാനായിട്ട്. എനിക്ക് എണീക്കാൻ തോന്നില്ല, പക്ഷേ ഇപ്പം ഓർഡർ അടിക്കണമെങ്കിൽ പോകാൻ വേണം. വീട് ലൊക്കേഷനിലായതുകൊണ്ട് ഇങ്ങനെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും നല്ലൊരു സുഖം. ഇഷ്ടപ്പെട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ ഇത്രയും സോഫ്റ്റ് എത്രമാത്രം ഇവിടെ ലൈറ്റ് കുറവാണ്. വേണ്ട, നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സാധനം നല്ല താന്നിങ്ങനെ ഇങ്ങ് പോകും. ഇത്രയും കട്ടിയുണ്ട്, 4 ഇഞ്ചാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ റൂം എടുക്കുന്ന സമയത്താണ് നല്ലൊരു സോഫ്റ്റ് മെത്തയിൽ കിടക്കുന്ന ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ ഇത്രയും സോഫ്റ്റ് മെത്തയൊന്നും വാങ്ങിക്കാറില്ല. പക്ഷേ എനിവേ താങ്ക്സ് ടു ഫ്ലോ, കാരണം അഫോർഡബിൾ പ്രൈസിന് തന്നതിന്. കാരണം മദേഴ്സ് ഡേ ആയിട്ടൊരു 50% ഓഫർ, 45-50% ഉണ്ടായിരുന്നു. സോ കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ മിസ് ചെയ്തു. ക്രിസ്മസിന് 55% കണ്ടുണ്ടായിരുന്നു, 55-60. അപ്പോഴേ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് അറൗണ്ട് 4000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് അറൗണ്ട് ഒരു 6000 രൂപ അടുപ്പിച്ചായി, 5500-6000 രൂപ അടുപ്പിച്ചായി. സോ ഇതിൻ്റെ MRP നോക്കുകയാണെങ്കിൽ 10 രൂപ വരും. പക്ഷേ ഈ ഓഫറിൽ കിട്ടിയോണ്ട് ആ ഒരു റേറ്റിന് കിട്ടി. സോ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മേടിക്കുക. പ്രത്യേകിച്ച് സൊമാറ്റോ ഒക്കെ ഓടുന്നവർ നിങ്ങളുടെ ഉറക്കം മസ്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഉറക്കം കറക്റ്റായാൽ മാത്രമേ ഫുൾ ടൈം വണ്ടിയിൽ നിൽക്കാൻ പറ്റൂ. സൊമാറ്റോ മാത്രമല്ല, എല്ലാവരുടെ എനിക്കിതേ പറയാനുള്ളൂ. അപ്പോൾ എനിവേ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു അൺബോക്സിങ്ങും ഇതിലൊന്ന് കിടന്നൊരു ഇനിഷ്യൽ ഇമ്പ്രഷനും. കാരണം ഓർഡർ അടിച്ചാൽ എനിക്കിപ്പോൾ പോവേണ്ടി വരും. അപ്പോൾ ഞാൻ ടാറ്റ പറയുവാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.